ശൈലജ ടീച്ചർക്കും മഞ്ജു വാര്യർക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിന്റെ പേരിൽ RMP നേതാവ് KS ഹരിഹരനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഹരിഹരന്റെ ആ പ്രസ്താവനയെ കക്ഷി രാഷ്ട്രീയ ഭേദന്യേ എല്ലാവരും തള്ളിപ്പറഞ്ഞു. പക്ഷെ ചോദ്യം ഇതാണ്, പ്രസംഗം കേട്ട സമയത്ത് തിരുത്താണ്ട് അത് കേട്ട് കൈയടിച്ച് പൊട്ടിച്ചിരിച്ച ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ബോധോദയുണ്ടായി. ഇവിടെ എങ്ങനെയാണ്, ഒരു കാര്യം വിവാദമായാലേ തള്ളി പറയാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലാത്തതൊക്കെ ഞങ്ങളുടെ നേതാക്കൾക്ക് ഒരു തമാശയാ. CPIയും വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം. ആ വിഷയത്തിൽ വടകരയിൽ ഒരു ജനകീയ പ്രതിഷേധം നടക്കാണ്. RMP നേതാവ് KS ഹരിഹരനാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. CPMന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ നടത്തിയാൽ അങ്ങ് തീരുന്ന. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടോ മനസ്സിലായി. ആരെങ്കിലും ഉണ്ടാക്കും? അത് ആരുണ്ടാക്കി? ഇതുണ്ടാക്കിയതിൽ P. മോഹന്റെ മകൻ നികിദാസ് ജൂലിയാസിന് വല്ല പങ്കുണ്ടോ? ശൈലജ ടീച്ചർക്കും മഞ്ജു വാര്യർക്കെതിരെ അങ്ങേയറ്റം മോശമായ രീതിയിൽ അധിക്ഷേപ പരാമർശം നടത്തിയതും പോരാ, അത് കേട്ട് പൊട്ടിച്ചിരിക്കാൻ കുറെ പേരും. ആ വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തൊട്ട് ഷാഫി പറമ്പിൽ വരെ ഉണ്ടായിരുന്നു. ഒരൊറ്റൊരാള് അത് തിരുത്തിയില്ല എന്ന് മാത്രമല്ല, അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കൊള്ളാം മക്കളെ, നന്നായിട്ടുണ്ട്. സംഭവം വിവാദമായി എന്ന് കണ്ടപ്പോൾ നമ്മുടെ കോൺഗ്രസ് നേതാക്കളൊക്കെ നല്ല കുട്ടികളായി. എല്ലാവരും KS ഹരിഹരനെ തള്ളി പറഞ്ഞു. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. അവരുടെ പാർട്ടി അതിനകത്തൊരു നിലപാടെടുത്തു. പാർട്ടി അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി. നമ്മുടെ ഷാഫി ചേട്ടൻ ഇങ്ങനെയാണ്, വേദിയിൽ ഒരു ഷാഫി, പുറത്തേക്ക് ഇറങ്ങിയാല് വേറെ ഷാഫി. അധിക്ഷേപം കേൾക്കുമ്പോൾ ഹാ നല്ല കോമഡി എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കും. പരിപാടിയൊക്കെ കഴിഞ്ഞ് പണി പാളിയെന്ന് തോന്നുമ്പോൾ എന്താ ഇത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെടും. എന്തൊക്കെ കഴിവുകളാ ഷാഫി ചേട്ടന്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവന്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അപ്പോൾ ഇടപെട്ടില്ല? അയാൾ ഈ പരാമർശം നടത്തുമ്പോൾ കയ്യടിയും ചിരിയും അത് ആസ്വദിക്കുന്നുണ്ടല്ലോ, അതിൽ ഇവരും പെടുമല്ലോ. ഇങ്ങനൊരു മ്ലേച്ഛമായ പരാമർശം നടത്തുമ്പോൾ അത് ഒരു നല്ല ഒരു കോമഡി സിനിമ കാണുന്നത് പോലെ ആസ്വദിക്കേണ്ട ആളാണോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്? അത് പിന്നെ കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കെതിരെ അധിക്ഷേപം ഉണ്ടായാലേ സതീശേട്ടന്റെ ചോര തിളയ്ക്കൂ. വേറെ ഏതെങ്കിലും സ്ത്രീകൾക്കെതിരെയാണ് അധിക്ഷേപം എന്നുണ്ടെങ്കിൽ സതീശേട്ടൻ അതൊക്കെ ഒരു കോമഡി ആയിട്ട് തോന്നുള്ളൂ. അതൊരു തെറ്റാണോ? മാത്രല്ല, സംഭവം വിവാദമായതിനു ശേഷം സതീശേട്ടന്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പ്രസ്താവന തള്ളിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് കണ്ടു, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. പാവം, ഇപ്പൊ എവിടെയാണാവോ? ദോഷം പറയരുതല്ലോ. ഈ വിഷയത്തിൽ എല്ലായിടത്തുനിന്നും വിമർശനം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ കോൺഗ്രസ് നേതാക്കളൊക്കെ കാലുമാറി. എല്ലാവരും ആ പരാമർശത്തെ തള്ളി പറഞ്ഞു. KS ഹരിഹരൻ ആർക്കോ വേണ്ടി ഒരു മാപ്പ് പോസ്റ്റും ഫേസ്ബുക്കിലിട്ടു. മാപ്പ് പറച്ചൽ കൊണ്ട് മതിയാവുന്നതല്ല, നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ. ഞാൻ നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിൽ വിവാദം വരുന്നു വന്നപ്പോൾ ഞാനത് വളരെ മാന്യമായിട്ട് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ബന്ധപ്പെട്ടവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അത് പറഞ്ഞതിന് ശേഷവും ആണ് P. മോഹനൻ കോഴിക്കോട് പത്രസമ്മേളനം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇതങ്ങനെ മാപ്പ് പറഞ്ഞാൽ തീരുന്നൊരു കേസല്ല എന്നാണ്. ഉച്ചയ്ക്ക് ഒരു സംഘം വന്ന് അവർ വെല്ലുവിളിച്ചപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണത്. അതുകൊണ്ട് CPM അല്ലാതെ വേറൊരാളും ഇതിന് പിന്നിലില്ല. CPMൻ്റെ സ്വഭാവം വെച്ചിട്ട് അവരങ്ങനെ പെട്ടെന്ന് ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന രീതിയില്ല. നമ്മളത് കരുതുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. അധിക്ഷേപ പരാമർശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോര് നടക്കുന്ന സമയത്താണ് ഹരിഹരന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞത്. മതിലിൽ തട്ടിപ്പൊട്ടിയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. അങ്ങനെ അധിക്ഷേപം ആക്രമണത്തിലേക്ക് വഴിമാറി. പിന്നെ അധിക്ഷേപത്തിന്റെ കാര്യത്തിന് പകരം സ്ഫോടക വസ്തുവിനെ കുറിച്ചായി സംസാരം. ഹരിഹരന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ KK രാമ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അയ്യോ CPM കാരി ഹരിഹരന്റെ വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞെന്ന്. ആരുടെ ആഗ്രഹമായിരിക്കും ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിയുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം നടക്കുക എന്നുള്ളത്? അവരുടെ ആഗ്രഹമായിരിക്കും. അതുകൊണ്ട് അതിന്റെ പിന്നിലൊക്കെ ആരാ എന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ. അതെ, പോലീസ് അന്വേഷിക്കട്ടെ. അപ്പൊ അറിയാലോ ആരാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന്. അല്ല പിന്നെ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെ RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. CPIM-ഉം DYFI-യുമാണ് ആക്രമണത്തിന് പിന്നിൽ എന്നാണ് FIR.
ആക്രമണത്തിന് പിന്നിൽ CPM DYFI പ്രവർത്തകരാണെന്നാണല്ലേ FIR. അതിപ്പോ വലിയ ബോംബൊന്നല്ലല്ലോ, ചെറിയൊരു പടക്കെങ്ങാനും ആയിരിക്കും. അത് ഞങ്ങളുടെ കോമ്രേഡ്സ് അങ്ങ് സഹിച്ചു. പടക്കങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നിങ്ങൾ കോൺഗ്രസ്സുകാരെ പോലെ ഇവര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളല്ലോ, വിപ്ലവത്തിന്റെ കഴിവ് കുഞ്ഞുങ്ങളല്ലേ. ഈ പടക്കത്തിന്റെ കാര്യമൊക്കെ ആ ഒരു സെൻസിലെടുത്താൽ മതി എന്നാണ് നമ്മുടെ കോമ്രേഡ്സ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് മോഹനൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് കേട്ടോ. ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ 1-ാം പ്രതി CPM ജില്ലാ സെക്രട്ടറി. ഇയാളുടെയൊക്കെ ഒരു നിലവാരം നോക്കൂ നിങ്ങൾ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് പോലും. പുച്ഛം തോന്നുന്നില്ലേ? ഈ VD സതീശന്റെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ പുച്ഛം തോന്നുക. ഈ ഒരു മറ്റെന്തോ ഒരു പടക്കം പൊട്ടി എന്ന് പറഞ്ഞ കേസിന് ഈ കോഴിക്കോട്ടെ CPMന്റെ ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറിയൊക്കെ പ്രതി ചേർക്കണം, 1-ാം പ്രതിയാന്നൊക്കെ പറയും. ഇയാളുടെയൊക്കെ നിലവാരത്രയാ? അതന്നെ, നിസാരൊരു പടക്കത്തിന്റെ പേരിലാണോ ഞങ്ങളുടെ കോമ്രേഡ്സിനെ ഇങ്ങനെ കുരിശി കയറ്റണത്? പറയുമ്പോൾ മിനിമം ഒരു ബോംബിന്റെ കാര്യമെങ്കിലും പറയണം. അതാണ് ഞങ്ങളുടെ നേതാക്കൾക്ക് അഭിമാനം, മനസ്സിലായോ? പിന്നെ അന്ന് AKG സെന്ററിന് നേരെ പടക്കേറുണ്ടായപ്പോ ഭൂമി കുലുങ്ങണ പോലെ തോന്നിയെന്നാണ് കേട്ടോ ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ പറഞ്ഞത്. ഹരിഹരൻ മാപ്പ് പറഞ്ഞെങ്കിലും ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ചു കാലം മൂപ്പർക്ക് കേസും പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് നടക്കാം. ഒരു തെറ്റായിപ്പോയ പരാമർശത്തിന് കേരളം കണ്ട ഏറ്റവും മാന്യമായ ഖേദപ്രകടനമാണ് ആ പരാമർശം നടത്തിയ വ്യക്തിയും പരിപാടി സംഘാടകരും അവരുടെ പാർട്ടിയും നടത്തിയത്. അതെ, ഫേസ്ബുക്കിൽ രണ്ടുപേരും എഴുതി മാപ്പ് ചോദിച്ചതിനെയാണ് ഇവരിങ്ങനെ മഹത്വവൽക്കരിക്കുന്നത്. ഹരിഹരൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവർക്കാർക്കും മനസ്സിലാവഞ്ഞിട്ടാണോ എന്തോ? അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് അങ്ങനെ ഒരു വലിയ ഒരു കുഴപ്പമുണ്ടാക്കുന്ന പ്രസംഗമല്ല. പക്ഷേ ഞാനത് മറ്റു പലരും ചെയ്യാത്ത രീതിയിൽ ഇത് രാഷ്ട്രീയമായൊരു പെശക എൻ്റെ ഭാഗത്തുണ്ടോ എന്നുള്ളതുകൊണ്ട് മാപ്പ് പറഞ്ഞു. എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞേ. ഇത് അങ്ങനെ ഒരു വലിയ ഒരു കുഴപ്പമുണ്ടാക്കുന്ന പ്രസംഗമല്ല. പക്ഷേ ഞാനത് മറ്റു പലരും ചെയ്യാത്ത രീതിയിൽ ഇത് രാഷ്ട്രീയമായൊരു പെശക എൻ്റെ ഭാഗത്തുണ്ടോ എന്നുള്ളതുകൊണ്ട് മാപ്പ് പറഞ്ഞു. അടിപൊളി ഹരിഹരേട്ടൻ. അപ്പോ ഇപ്പോഴും ഇതിലെ കുഴപ്പം എന്താന്ന് മനസ്സിലായിട്ടില്ല അല്ലേ? ആർക്കോ വേണ്ടിയാണ് അപ്പൊ മൂപ്പര് മാപ്പ് പറഞ്ഞത്. വെറുതെ അല്ല സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും സമൂഹത്തിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് പോലീസ് FIR ഇട്ടത്. അത് നല്ലതാണ്, അങ്ങനത്തെ വകുപ്പുകളൊക്കെ വരുന്നത് നല്ലതാണ്. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ഈ പ്രശ്നത്തിൽ ഒരു മാപ്പ് പറഞ്ഞ് ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഞാനാണ്. മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്കെതിരെ കേസെടുത്തൊന്നും എനിക്കറിയില്ല. MM മണിയും വിജയരാഘവനൊക്കെ കേസിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കേസിനെ നിയമപരമായിട്ട് നേരിടും. പരാമർശം സ്വന്തം പാർട്ടിക്കാരനെ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ഇനി കേസിന്റെ കാര്യമൊക്കെ കുറച്ച് കഷ്ടത്തിലാവുമല്ലോ ഹരിഹരേട്ടാ. പരാമർശം തള്ളിക്കളയുന്നതുകൊണ്ട് പാർട്ടി എന്നെ തള്ളിക്കളയുന്നു അർത്ഥമില്ല. പാർട്ടി എനിക്കൊപ്പമുണ്ട്. അതാണ് ഹരിഹരന്റെ കോൺഫിഡൻസ്. എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും പാർട്ടി കൂടെ നിൽക്കും. ആ ന്യായീകരണം നമ്മൾ കണ്ടതാണല്ലോ. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യങ്ങൾ വന്നു എന്ന് പറയുന്നത് തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. മഹാത്മാഗാന്ധിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റാണെന്ന് പറഞ്ഞല്ലോ, തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുത്തിയത്. ഹരിഹരന്റെ നാവിൽ നിന്ന് വന്ന തെറ്റിനെ മഹാത്മാഗാന്ധിക്ക് പറ്റിയ തെറ്റിനോട് ഉപമിച്ച് RMP നേതാക്കൾ. കൊള്ളാം. ഹരിഹരനെതിരെ പാർട്ടിയിൽ ഇതുവരെ ഒരു നടപടി പോലും എടുത്തില്ല എന്ന് മാത്രമല്ല ന്യായീകരിക്കാനും നോക്കിയിരിക്കുന്നു. ഹരിഹരൻ പറഞ്ഞത് ഒരു കാലത്തും ആരും പറയാൻ പാടില്ലാത്ത തെറ്റാണ്. പക്ഷെ എന്ന് കരുതി അവിടെ ആക്രമണമല്ല മറുമരുന്ന്. എല്ലാം നിയമപരമായി നീങ്ങട്ടെ, തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇന്ന് നടക്കണം. നന്ദി, നമസ്കാരം.